ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ഫെബ്രുവരി 11, വിശുദ്ധ ലൂർദ് മാതാവിൻ്റെ തിരുനാൾ. ഫ്രാൻസിലെ ലൂർദ് ഗ്രാമത്തിൽ ദരിദ്ര കുടുംബത്തിൽ അക്ഷരാഭ്യാസമില്ലാതെ ജനിച്ചു വളർന്ന 14 വയസ്സുകാരി ബെർണദീത്തയും അനുജത്തി തോനത്തും കൂട്ടുകാരിയും കൂടി 1856 ഫെബ്രുവരി 11 മസബിയൽ വനത്തിൽ വിറകു ശേഖരിക്കാൻ പോകുന്ന വഴി കൊച്ചരുവി കടക്കാൻ കഴിയാതെ ശ്വാസകോശ രോഗിയായിരുന്ന ബെർണദീത്ത ഇക്കരെ തന്നെ നിന്നു. അപ്പോൾ ഒരു കാറ്റു വീശി അടുത്തുള്ള ഗ്രോട്ടോയിലേക്ക് ചില വൃക്ഷങ്ങളുടെ ശാഖകൾ മാടി വിളിക്കുന്നത് പോലെ തോന്നി. ബെർണദീത്ത അവിടേക്ക് നോക്കിയതും കണ്ണഞ്ചിപ്പിക്കുന്ന വെള്ള വസ്ത്രവും നീല നിറത്തിലുള്ള അരക്കെട്ടും തത്തുല്യമായ ശിരോവസ്ത്രവും ധരിച്ച് ജപമാലയും കയ്യിൽ പിടിച്ച് ഒരു യുവതി ഗ്രോട്ടോയിൽ നിൽക്കുന്നതും സ്വർണ ദീപ്തിയോടു കൂടിയ പ്രകാശം അവളുടെ പാദത്തിൽ തത്തിക്കളിക്കുന്നതും കണ്ടു. ബെർണദീത്തയും ആ സ്ത്രീയും ഒന്നിച്ച് ജപമാല ചൊല്ലി. ആ സ്ത്രീ ത്രിത്വസ്തുതിയുടെ അന്ത്യത്തിൽ പുഞ്ചിരി തൂകി അപ്രത്യക്ഷയായി. ഇങ്ങനെ 18 പ്രാവശ്യം ബെർണദീത്തയ്ക്ക് ദർശനമുണ്ടായി. സ്ത്രീ അവളോട് വാഗ്ദാനം ചെയ്തു, ഈ ലോകത്തിൽ നിന്നെ ഭാഗ്യവതിയാക്കില്ല, എന്നാൽ അടുത്ത ലോകത്തിൽ നിന്നെ തീർച്ചയായുമാക്കും. 8ാമത്തെ ദർശനത്തിൽ മഹതിയെ വീക്ഷിച്ചിരുന്ന ബെർണദീത്ത കേട്ടു, പ്രായച്ചിത്തം പ്രായച്ചിത്തം പ്രായച്ചിത്തം. 9ാമത്തെ ദർശനത്തിൽ നീ ഈ ഉറവയിൽ നിന്ന് കുടിക്കുക, ശരീരം കഴുകുക, ആ കാണുന്ന സസ്യങ്ങൾ ഭക്ഷിക്കുക. ബെർണദീത്ത ചെയ്തതും പൂർണ്ണ സൗഖ്യം ലഭിച്ചു. മാർച്ച് 25 മംഗളവാർത്ത തിരുനാൾ ദിവസം ബെർണദീത്തയ്ക്ക് കാണപ്പെട്ടുകൊണ്ടിരുന്ന വനിത ഞാൻ അമലോത്ഭയാണ് എന്ന് വെളിപ്പെടുത്തി. 1854 ഡിസംബർ 8 9 പിയൂസ് മാർപ്പാപ്പ ചെയ്ത പ്രഖ്യാപനം ദൈവ മാതാവ് അംഗീകരിച്ചു. ജൂലൈ 16 മാതാവ് ബെർണദീത്തയ്ക്ക് അവസാനമായി പ്രത്യക്ഷപ്പെടുത്തി കൊടുത്ത നീരുറവ ലൂർദിലെ അത്ഭുത നീരുറവയായും അനേകം പേർക്ക് അത്ഭുത സൗഖ്യമായും ഇന്നും നിലകൊള്ളുന്നു. ആത്മന നമുക്കും ലൂർദിൽ പോയി ജപമാല പ്രദക്ഷിണത്തിൽ ഭക്തിയോടെ പങ്കുചേർന്ന് ലൂർദ് മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ നേടി ധന്യരാകാം. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച്
പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.